ഡ്യൂറിങ് യുവർ പ്രാക്ടീസ് ടൈം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഷ്യന്റ് കണ്ടിട്ടാണോ യെസ് ഐ തിങ്ക് ഇൻഫെർട്ടിലിറ്റി ഈസ് ദ ബ്രാഞ്ച് ടു ഗോ അഹെഡ്? അല്ല, ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു ഇതുണ്ട്. വൺസ് യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇൻഫെർട്ടിലിറ്റി, അത് യു കം അക്രോസ് പേഷ്യൻസ് Right. and you know when they become pregnant or when they conceive or you know sometimes you would have അത്രയൊന്നും എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ we would have just had a good conversation with them. Right. They are so thankful and grateful because you know whatever intervention or a pregnancy changes their life so much. Right. So you know, as a professional, if something that you do changes the life of other people, Right. that's a big thing. You know, you save so many marriages, you save so many relationships, and അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. Right. അപ്പോൾ ഒരു സിംഗിൾ എപ്പിസോഡ് അങ്ങനെ ഞാൻ ഒരിക്കലും റിക്കോൾ ചെയ്യാറില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് യു നോ the way the practice develops and evolves, you meet so many patients. Right. ഈ പറഞ്ഞ മാതിരി. And then infertility വേറൊരു ലെസൺ you learn is, എല്ലാവരും ചോദിക്കും what does it take to become a successful infertility specialist? Right. When a patient conceives and നമുക്ക് ഇൻഫെർട്ടിലിറ്റിയിൽ അവർക്കൊരു ബേബി കൊടുക്കാൻ പറ്റി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്, അപ്പൊ അവര് നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയും. അതായത് ദൈവത്തിന്റെ പോലെയുള്ള ഡോക്ടർ, അത് അങ്ങനെയുള്ളൊരു ടെർമിനോളജിയാണ്. പക്ഷെ സക്സസ്ഫുൾ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ എപ്പോഴും ശരിയാവാത്തവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. സക്സസ് കിട്ടാത്ത പേഷ്യൻസിനെ ഡീൽ ചെയ്യലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അവിടെയാണ് ഈ ഇതായിട്ടുള്ളത്. അപ്പൊ യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻഫെർട്ടിലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ വിചാരിക്കാറുള്ളത് അവർ ലേൺ ചെയ്യേണ്ട ലെസൺ അതാണ്. അതായത് ട്രീറ്റ്മെന്റിന് സക്സസ്ഫുൾ ആവാത്തവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, Right. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഐ തിങ്ക് അവിടെയാണ് അതിന്റെ ട്രിക്കും ഇതെല്ലാം കിടക്കുന്നത്. Right. കാരണം But that നമ്മൾ only- എത്ര നല്ല ട്രീറ്റ്മെന്റ് ചെയ്താലും സക്സസ് ഒരു 30% ആൾക്കാർക്ക് പറ്റുള്ളൂ, 40% കിട്ടേ Right. എന്ന് പറയാൻ 10 പേഷ്യന്റിനെ കണ്ടാൽ 3 പേരോ 4 പേർക്കോ അൾട്ടിമേറ്റ്ലി നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു സക്സസ് കിട്ടും. പക്ഷെ ഒരു 5 or 6 പേരുണ്ടാവും നമ്മൾക്ക് സക്സസ്ഫുൾ ആവാത്തവര്. Right. അവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ദേ ഷുഡ് നോട്ട് ഫീൽ ബ്രോക്കൺ ഡൗൺ. കാരണം അവര് ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അത് 100% ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. Correct. ശരിയാവാത്തവര് അതോടുകൂടി ബ്രോക്കൺ ഡൗൺ ആവും. അവരുടെ വിശ്വാസം അത് നിർത്തുക. അതായത് അവർക്കൊരു ഹോപ്പ് കൊടുക്കുക. Correct. അതാണ് ഏറ്റവും വലിയൊരു ഇതിന്റെ ഒരു മന്ത്ര എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും മന്ത്രയൊക്കെയാണ് മനസ്സിലാവും, സക്സസിന്റെ മന്ത്ര.